യോഗ നടപടി ആരംഭിക്കാം. ബഹുമാന കട്ടപ്പന ബ്ലോക്ക് ഡിവിഷൻ മെമ്പറ്, പശുപ്പറ ഡിവിഷൻ മെമ്പറ്, ബഹുമാന വാർഡ് മെമ്പർ ID ഫൈറോസ്, PTA പ്രസിഡന്റ് ചാർലി, മണ്ണാട് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ഷാജി, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥികൾ, നമ്മുടെ മലയപ്പൂരിലെ കാത്തുകാൽ റോഡിൻ്റെ ഉദ്ഘാടനം, അതിനെ കോൺക്രീറ്റ് കഴിഞ്ഞ ഉദ്ഘാടനം ഏതാണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിച്ച് ബഹുമാനായ ബ്ലോക്ക് മെമ്പർ നിക്സൺ അവരുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ റോഡ് ഔദ്യോഗികമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യാനും അതിനെല്ലാവരും ഒറ്റവാക്കിങ്ങൾ സ്വാഗതം ചെയ്യുമെന്ന് വാക്കുന്നു. ബഹുമാനായ ബ്ലോക്ക് മെമ്പർ നിക്സൺ അവരുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ റോഡ് ഔദ്യോഗികമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യാനും അതിനെല്ലാവരും ഒറ്റവാക്കിങ്ങൾ സ്വാഗതം ചെയ്യുമെന്ന് വാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ റോഡ് വളരെ നാളുകളായിട്ട് വളരെയധികം യാത്രാ ദുരിതം നേരിട്ടിരിക്കുകയായിരുന്നു. നമ്മുടെ റോഡിനൊരു ശാപമോക്ഷം കിട്ടിയിരിക്കുകയാണ്. 10 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് നമ്മുടെ റോഡ് കോൺക്രീറ്റ് പണി പൂർത്തിയാക്കി ഇന്ന് ഉദ്ഘാടന കർമ്മം ഇവിടെ നടക്കുകയാണ്. അതിൽ എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ട്. എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി IB പൗലോസ്, ഈ യോഗത്തിൽ സ്വാഗതം ആശംസിച്ച PK സുബ്രഹ്മണ്യൻ ചേട്ടനെ, ഷായി ചേട്ടനെ, PTA പ്രസിഡന്റ് ശ്രീ ചാർലി മോട്ടർ, നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്റർ വർഗീസ് സാറ്, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ ഈ റോഡ് 2018 പ്രളയവും 19 പ്രളയവുമായി ബന്ധപ്പെട്ട് റോഡ് താറുമാറായിരുന്നു. അത് ഈ വർഷത്തെ 2023-24 സാമ്പത്തിക വർഷത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇന്ന് കോൺക്രീറ്റ് നടപടി പൂർത്തീകരിച്ച് ഇന്ന് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ആൾക്കാർക്കും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി നമ്മുടെ മുതിർന്ന കാരണവന്മാരെയും ഗ്രാമപഞ്ചായത്ത് മെമ്പറിനെയും കൂടെ ക്ഷണിച്ചുകൊള്ളുന്നു. കണക്കിലൊന്നും വിഷയമില്ല. നാളെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് വിളിച്ചാൽ ഒന്നും കിട്ടിയല്ല, അല്ലെ 2 ദിവസത്തിന് മുമ്പേ പറയണമായിരുന്നു. പിന്നെ അങ്ങനെ വേണ്ട ചെയ്യാൻ. റോഡൊന്ന് അടിച്ചിട്ട് പോവാം.